Hello. Chapter 4 Vacation with my Nani Ma. Chirag and Nandini love their Nani Ma. She is their best friend. ഈ ചാപ്റ്ററിൽ ചിരാഗും നന്ദിനിയെ പറ്റിയുള്ള സ്റ്റോറിയാണ്. അവർക്ക് അവരുടെ നാനിമ അല്ലെങ്കിൽ അവരുടെ ഗ്രാൻഡ് മദറിനെ വളരെയധികം ഇഷ്ടമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാൻഡ് മദറിനെ ഇഷ്ടമാണോ? ഷീ ഈസ് ദർ ബെസ്റ്റ് ഫ്രണ്ട്. അവരുടെ ഗ്രാൻഡ് മദർ അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. They love playing and learning with her. Listening to her stories is their favorite activity. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? മുത്തശ്ശിയെടുത്ത് കഥകൾ കേൾക്കാനാണ്. Nanima shows them a magic trick. You hide some marbles with your handkerchief. I shall tell you the number of marbles you have hidden. നാനിമ അവർക്കൊരു മാജിക് ട്രിക്ക് കാണിച്ചു കൊടുക്കും. എന്താണെന്നറിയോ? അവരുടെ ടേബിളിൽ കുറേ മാർബിൾസ് ഉണ്ടാവും. നാനിമ അവരോട് പറയും, നിങ്ങൾ ഹാൻകർചീഫിന്റെ ഉള്ളിൽ കുറച്ച് മാർബിൾസ് ഒളിപ്പിച്ചു വെക്കണം. അത് എത്രയാണെന്ന് ഞാൻ ഹാൻകർചീഫ് പൊക്കാതെ തന്നെ പറഞ്ഞു തരാലോ. യു ഹാവ് 4 അണ്ടർ യുവർ ഹാൻകർചീഫ്. ഇവിടെ നന്ദിനി ഹാൻകർചീഫിന്റെ ഉള്ളിൽ കുറച്ച് മാർബിൾസ് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. നാനിമ അത് പൊക്കി നോക്കാതെ തന്നെ പറഞ്ഞു, യു ഹാവ് 4 അണ്ടർ യുവർ ഹാൻകർചീഫ്. എങ്ങനെയായിരിക്കും ആ മാജിക് നാനി കാണിച്ചിരിക്കുക? കെൻ യു ടെൽ വാട്ട് ദ ട്രിക്ക് ഈസ്? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്താണ് ട്രിക്ക് എന്ന്? നമുക്ക് നോക്കാം അല്ലേ? നമുക്കും ആ മാജിക് ട്രിക്ക് ഒന്ന് കളിച്ചു നോക്കാം. നിങ്ങൾ എല്ലാവരും ശ്രദ്ധയോടെ നോക്കണം. ഇപ്പൊ ഈ സ്ക്രീനിൽ കാണുന്നത് എന്താണ്? യു ഹാവ് 4 ആപ്പിൾസ് ഹിയർ അല്ലേ? നമ്പർ ഓഫ് ആപ്പിൾസ് ഈക്വൽ ടു 4. ഇനി നന്ദിനി ഹാൻകർചീഫ് എടുത്ത പോലെ നമുക്കും ഇതിൽ കുറച്ച് ആപ്പിൾസിന് ഹൈഡ് ചെയ്യാം. കുറച്ച് ആപ്പിൾ ഇപ്പൊ ഇതിനുള്ളിലാണല്ലേ? അവിടെ എത്ര ആപ്പിൾസ് ഉണ്ട്? നിങ്ങൾക്ക് പുറത്തിരിക്കുന്ന ആപ്പിൾസ് നോക്കി പറയാൻ പറ്റുമോ? ടോട്ടൽ നമ്പർ ഓഫ് ആപ്പിൾസ് 4 ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ ബാക്കി എത്രയേ ഉള്ളൂ? 2. അപ്പൊ 2ൽ നിന്ന് 4ൽ എത്താൻ എന്താ ചെയ്യേണ്ടത്? പ്ലീസ് സ്റ്റാർട്ട് കൗണ്ടിങ് ഫ്രം 2 to 4. 3, 4. അപ്പോ ഇതിന്റെ ഉള്ളിൽ എത്രയുണ്ട്? നമ്പർ ഓഫ് ആപ്പിൾസ് ഹിഡൻ ഈക്വൽ ടു 2. ടോട്ടൽ 4 ആപ്പിൾസ് ഉണ്ടായിരുന്നു. പുറത്ത് ബാക്കി 2 ആപ്പിൾസ് ഉണ്ട്. അപ്പോ ഇതിന്റെ ഉള്ളില് 2 ആപ്പിൾസ് ആണ് ഹൈഡ് ചെയ്തിരിക്കുന്നത്. ഈ മാജിക് ട്രിക്ക് ഈസി ആണല്ലേ? അപ്പൊ നെക്സ്റ്റ് വൺ നിങ്ങൾ സ്വന്തമായി കണ്ടുപിടിക്കണം. ഓക്കെ? സോ യു ഹാവ് സോ മെനി ബ്ലൂ സ്റ്റോൺസ് ഹിയർ. കെൻ യു കൗണ്ട് ഇറ്റ്? 1, 2, 3, 4, 5, 6, 7 and 8. Number of stones equal to 8. ഇനി നമ്മൾ കുറച്ച് സ്റ്റോൺസിനെ ഹൈഡ് ചെയ്യാൻ പോവാണ്. ഹൈഡ് ചെയ്തോ? ഇവിടെ എത്രയാ ബാക്കിയുള്ളത്? 1, 2, 3. ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ എത്ര സ്റ്റോൺസ് ഹൈഡ് ചെയ്തിരിക്കുന്നെന്ന് പറയാമോ? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? എന്താ ചെയ്യേണ്ടത്? We have 3 stones here. Total 8 stones ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ 3 കഴിഞ്ഞു. ഇനി 4ൽ നിന്ന് കൗണ്ട് ചെയ്ത് തുടങ്ങണം. എവിടെ വരെ? 8 വരെ അല്ലേ? അപ്പൊ 3 സ്റ്റോൺസ് ഇവിടെ ഉണ്ട്. 4, 5, 6, 7, 8. അപ്പൊ ഇത്രയും സ്റ്റോൺസ് എവിടെയായിരിക്കും ഉണ്ടാവുക? അത് ഇതിനുള്ളിൽ ഹൈഡ് ചെയ്തിരിക്കുകയായിരിക്കും. സോ നമ്പർ ഓഫ് സ്റ്റോൺസ് ഹിഡൻ ഈക്വൽ ടു 5. ഈസി ട്രിക്ക് ആണല്ലേ? അപ്പൊ നെക്സ്റ്റ് വേഗം കണ്ടുപിടിക്കും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒന്നുകൂടി നോക്കാം. ഇത് നിങ്ങൾ സ്വന്തമായി കണ്ടുപിടിക്കണം. പെട്ടെന്ന് നോക്കുക. നമ്പർ ഓഫ് മാർബിൾസ് ഈക്വൽ ടു 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. So I'm going to hide few marbles. ബാക്കി എത്രയുണ്ട്? 4. ഇനി പെട്ടെന്ന് പറഞ്ഞേ ഇതിൻ്റെ ഉള്ളിൽ എത്രയുണ്ട് എന്ന്. ഓൾറെഡി ഇവിടെ 4 ഉണ്ട്. 5 മുതൽ സ്റ്റാർട്ട് ചെയ്യണം. 11 വരെ എത്തണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഉള്ളിൽ എത്രയുണ്ടെന്ന്. കൗണ്ട് ചെയ്തോ? ഉത്തരം കിട്ടിയോ? ഓക്കെ, നമുക്കത് ചെക്ക് ചെയ്യാം നിങ്ങളുടെ ഉത്തരം കറക്റ്റ് ആണോ എന്ന്. 4 മാർബിൾസ് ഉണ്ട്. 5, 6, 7, 8, 9, 10, 11. 1, 2, 3, 4, 5, 6, 7. ഉള്ളില് number of marble hidden equal to
7. ആൻസർ കറക്റ്റ് ആയിരുന്നോ? ഓക്കെ. ഇനി ഇതേ ട്രിക്ക് നമുക്ക് വേറൊരു രീതിയിൽ അപ്ലൈ ചെയ്ത് നോക്കാം. നമ്പർ 9 ഇവിടെ ഉണ്ട്. അതായത് 9 ടോഫീസ് ആണെന്ന് കരുതാം. അപ്പൊ 9 ടോഫീസ് നമ്മൾ എടുത്തു വെച്ചിരിക്കുകയാണ്. ഇപ്പം ഒരു ഹാങ്കർചീഫ് എടുത്ത് കുറച്ചെണ്ണം ഹൈഡ് ചെയ്തു. ബാക്കിയുള്ളത് 1 ആണ്. ഒരു ടോഫി മാത്രമേ പുറത്ത് ബാക്കിയുള്ളൂ. അപ്പൊ ഹാങ്കർചീഫിന്റെ ഉള്ളിൽ എത്ര ഉണ്ടാകും? 1 അവിടെ ഉണ്ട്. ഇനി ഇവിടെ മുതൽ കൗണ്ട് ചെയ്യണം. 2, 3, 4, 5, 6, 7, 8, 9. ഹാങ്കർചീഫിന്റെ ഉള്ളിലുള്ള നമ്പർ ആണ് 8. ഇനി ഇഫ് ഹാങ്കർചീഫിന്റെ പുറത്ത് 2 നമ്പർ ഓഫ് ടോഫീസ് ആയിരുന്നു ഉള്ളതെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തേ പെട്ടെന്ന്. ആൻസർ എത്രയാ? ഹാങ്കർചീഫിന്റെ ഉള്ളിൽ എത്ര ടോഫീസ് ഉണ്ട്? 3, 4, 5, 6, 7, 8, 9. യെസ്, 7. അതിന്റെ മീനിങ് എന്താണ്? 1 plus 8 equal to 9. അതുകൊണ്ടാണ് ഒന്ന് പുറത്ത് വന്നപ്പോ ഉള്ളിലുള്ളത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയത്. സിമിലർലി 2 plus 7 is also 9. അപ്പൊ നമ്മൾക്ക് ഒരു നമ്പറിനെ പല രീതിയിൽ ഡിവൈഡ് ചെയ്യാം. 1 plus 8 equal to 9. 2 plus 7 is also equal to 9. ഇനി സപ്പോസ് പുറത്തുള്ള ടോഫീസ് 3 ആണെങ്കിലോ? ഇത് ഈസി ആണല്ലേ. 3 plus എത്രയാണ്? 9. 3 plus 6 equal to 9. പുറത്തുള്ള മാർബിൾസ് 4 ആയിരുന്നെങ്കിലോ? 4 plus എത്രയാണ്? 9. 4 plus 5 equal to 9. ഇനി അത് 5 ആയിരുന്നെങ്കിൽ 5 plus 4 equal to 9. 5 നമ്പർ ഓഫ് ടോഫീസ് പുറത്തുണ്ടായിരുന്നെങ്കിൽ ഹാങ്കർചീഫിന്റെ ഉള്ളിൽ ഉണ്ടാവുന്നത് 4 ആണ്. ഇനി 6 ആണ് പുറത്തുള്ളതെങ്കിലോ? നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ? ഇവിടെ കണ്ടില്ലേ? 6 plus 3 ആണ് 9. അപ്പൊ 6 നമ്പർ ഓഫ് ടോഫീസ് പുറത്തുണ്ടെങ്കിൽ ഹാങ്കർചീഫിന്റെ ഉള്ളിൽ ഡെഫിനറ്റ്ലി 3 ആയിരിക്കും. പുറത്ത് 7 ആണെങ്കിലോ? ഇവിടെ ഉണ്ടല്ലോ. 7 plus 2 equal to 9. അപ്പൊ 7 പുറത്തുണ്ടെങ്കിൽ ഉള്ളിൽ 2. ഇനി 8 നമ്പറും പുറത്താണെങ്കിലോ? 8 plus എത്രയാണ്? 9. 8 plus 1. അപ്പൊ 9നെ നമുക്ക് എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാം? 1 plus 8 equal to 9. 2 plus 7 equal to 9. 3 plus 6 equal to 9. 4 plus 5 equal to 9. അതേപോലെ തിരിച്ചു. 5 plus 4 equal to 9. 6 plus 3 equal to 9. 7 plus 2 equal to 9. And 8 plus 1 equal to 9. Now, perform the trick on your friends. അപ്പൊ ഇതിന്റെ ബേസിക് ഐഡിയ, ഇതിന്റെ ട്രിക്ക് നിങ്ങൾ എല്ലാവരും പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇനി ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോയിട്ട് പെർഫോം ചെയ്യണം. Write the number of hidden seeds in the table below. ഇവിടെ ഒരു ടേബിളിൽ ടോട്ടൽ നമ്പർ ഓഫ് സീഡ്സ് തന്നിട്ടുണ്ട്. സീഡ്സ് ഓൺ ദ ടേബിൾ, പുറത്ത് ഹാങ്കർചീഫിന്റെ പുറത്ത് എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് തന്നിട്ടുണ്ട്. ഹിഡൻ സീഡ്സ് നിങ്ങൾ കണ്ടുപിടിക്കണം. ടേബിൾ 12 ഉണ്ട്. നമുക്ക് 15 എത്തണം. എന്ത് ചെയ്യണം? 13, 14, 15, 3. 12 plus 3 equal to 15. 12 on the table ആണെങ്കിൽ hidden seeds 3 ആണ്. Similarly, 10 seeds ആണ് ടേബിളിൽ ഉള്ളത്. അപ്പൊ ഹാങ്കർചീഫിന്റെ ഉള്ളിൽ ഹിഡൻ ആയിരിക്കുന്നത് എത്രയായിരിക്കും? 10 plus 7 equal to 17. അപ്പൊ ഹിഡൻ സീഡ്സ് 7. 8 നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. 9, 10, 11, 12, 13, 14, 15, 16, 17, 18 and 19. എത്ര വന്നു? 11. 8 plus 11 equal to 19. Total number of seeds. If it is 20 and seeds on the table is 9, just start counting. 10, 11, 12, 13, 14, 15, 16, 17, 18, 19 and 20. 11. 23 ആണെങ്കിലോ? 7 plus 16 equal to 23. ഇതൊക്കെ സ്വന്തമായിട്ട് കൗണ്ട് ചെയ്ത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. 27. 12 plus 15 equal to 27. Both of them have bought a lot of things for their Nanima. അവര് വെക്കേഷന് നാനിമയെ കാണാൻ വന്നതാണല്ലേ. അപ്പൊ നാനിമയ്ക്ക് കൊടുക്കാൻ വേണ്ടി കുറെ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. We got your favorite sweets.
I know you love to read, Nanima, so we got some magazines for you. അവരെന്തൊക്കെയാ കൊണ്ടുവന്നത്? കുറെ സ്വീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, അതേപോലെ കുറെ മാഗസിൻസ് ബുക്സും കൊണ്ടുവന്നിട്ടുണ്ട്. Nandini takes out Nanima's favorite sweet, Balushahi. I too got Balushahi for you. അവർ രണ്ടുപേരും നാനിമാക്ക് വേണ്ടി ബാലുഷാഹി കൊണ്ടുവന്നിട്ടുണ്ട്. Nandini had 7 Balushahi in her box and Chirag had 5 Balushahi in his box. ഈ ബോക്സിന് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ശരിക്കും ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. ഈ ബോക്സിൽ ടോട്ടൽ എത്ര സ്പേസ് ആണുള്ളത്? 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. 10 സ്വീറ്റ്സ് വെക്കാനുള്ള ബോക്സ് ഉണ്ട്. ഹൗ മെനി ഡു വി ഹാവ് ഇൻ ടോട്ടൽ? ഗ്രാൻഡ് മദർ ചോദിക്കും, എത്ര ബാലുഷാഹിയാണ് ടോട്ടൽ ആയിട്ടുള്ളത്? എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് ഈ കാൽക്കുലേഷൻ 10ലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം ചെയ്യാം. അത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. എന്താ ചെയ്യാ? ചിരാഗിന്റെ ബോക്സിൽ നിന്ന് 3 സ്വീറ്റ്സ് എടുത്ത് നന്ദിനിയുടെ ബോക്സിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നന്ദിനിയുടെ ബോക്സ് ഫില്ലായി. അതില് ടോട്ടൽ 10 സ്വീറ്റ്സ് ഉണ്ട്. ചിരാഗിന്റെ ബോക്സിലോ അതിൽ നിന്ന് 3 എണ്ണം അവിടേക്ക് പോയി. ഇപ്പൊ അവിടെ 2 എണ്ണം മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പൊ ഈസി ആയി കാൽക്കുലേഷൻ അല്ലേ? എങ്ങനെ ചെയ്യാം? 10 plus 2 എത്രയാ? 12. 7 Balushahi plus 5 Balushahi equal to 12 Balushahi. We bought the same number of Balushahi from the shop. Did you eat some of them? അപ്പോഴാണ് നന്ദിനി, നമ്മൾ രണ്ടുപേരും സെയിം നമ്പർ ഓഫ് ബാലുഷാഹി അല്ലേ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചത്, പിന്നെ എങ്ങനെ എനിക്ക് 7ഉം നിനക്ക് 5ഉം ഉണ്ടായി? I did eat some. അപ്പോ ചിരാഗ് അതിൽ നിന്ന് കുറച്ചെണ്ണം എടുത്ത് കഴിച്ചത് കൊണ്ടാണ് ചിരാഗിന്റെ നമ്പർ കുറഞ്ഞു പോയത്. How many did he eat? എത്ര എണ്ണമാണ് ചിരാഗ് കഴിച്ചിരിക്കുന്നത്? നമുക്ക് ഈ 10ന്റെ ബോക്സ് വെച്ച് തന്നെ കമ്പയർ ചെയ്യാം. നോക്കിയേ, ഇവിടെ 5 നമ്പർ ഓഫ് 5 സ്വീറ്റ്സ് ആണ് ചിരാഗിന്റെ ബോക്സിലുള്ളത്. നന്ദിനിയുടേതും 5 അവിടെ ഫില്ലാണ്. അതിൽ എക്സ്ട്രാ ആയിട്ടുള്ളത് എത്രയാണ്? 2 സ്വീറ്റ്സ് ആണ്. അപ്പൊ ഇത്രയും സ്വീറ്റ്സ് ആയിരിക്കും അല്ലേ ചിരാഗ് കഴിച്ചിട്ടുണ്ടാവുക. സോ ഹൗ മെനി ഡിഡ് ഹി ഈറ്റ്? 2 ബാലുഷാഹി. ഇനി ഇത് കണ്ടുപിടിക്കാനുള്ള കാൽക്കുലേഷൻ ആണ് 7 മൈനസ് 5. നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്യാന്നാണ് അതിന് പറയാ. ഡിഫറൻസ് കണ്ടുപിടിക്കാം. രണ്ട് നമ്പറിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. ഇവിടെ 7 കൂടുതലുള്ളത് നന്ദിനിയുടെ അടുത്താണ്, 5 കുറവുള്ളത് ചിരാഗിന്റെ അടുത്താണ്. 7 minus 5 equal to 2. Chirag got 9 story book for Nanima and Nandini got 7 puzzle book for Nanima. How many total books did the children get for Nanima? So many books for me. Nani വളരെ ഹാപ്പിയാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ 2 ബോക്സ് ഉണ്ട്, ഓരോന്നിനും 10 സ്പേസസ് വീതമുണ്ട്. ചിരാഗിന്റെ ബോക്സിൽ ഒരു സ്പേസ് മാത്രമേ എംപ്റ്റി ആയിട്ടുള്ളൂ. 1, 2, 3, 4, 5, 6, 7, 8, 9 ഒരു സ്പേസ് മാത്രമേ കാലിയായിട്ടുള്ളൂ. ഇങ്ങനത്തെ ബോക്സ് കാണുമ്പോൾ നിങ്ങൾ മൈൻഡിൽ വേണം നിങ്ങളുടെ കാൽക്കുലേഷൻ ചെയ്യാൻ. അതിൽ എല്ലാത്തിലും ഡോട്ട് ഉണ്ടായിരുന്നെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് 10. ഇനി ഹാഫ് മാത്രം, മുകളിലുള്ള ഹാഫ് മാത്രമേ ഡോട്ട്സ് ഉള്ളെങ്കിലോ അത് 5 ആണ്. 10ന്റെ ഹാഫ് 5 ആണ്. അപ്പൊ എപ്പോഴും മനസ്സിൽ അങ്ങനെ വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇത് പിന്നെയും കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പകുതി ഉണ്ടെങ്കിൽ അത് 5 ആണ്, ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അത് 10 ആണ്. അപ്പൊ ഇതിൽ നിന്ന് ഒരു ബുക്ക് ഈ ഒരു സ്പേസിലേക്ക് പോയി, അപ്പൊ ഇവിടെ ഇല്ല. ഇനി ബാക്കി എത്രയുണ്ട്? ഓൾറെഡി നമുക്കറിയാം, ഹാഫ് എന്ന് പറഞ്ഞാൽ 5 ആണ്. ഇവിടെ ഒന്നും ഉണ്ട്, അതിനർത്ഥം 6 ആണ്. 10 ഫുൾ ആയിട്ടുണ്ട്, ഇവിടെ ബാക്കി 6 ഉണ്ട്. അപ്പോ 9 ബുക്സ് പ്ലസ് 7 ബുക്സ് ഈക്വൽ ടു എത്രയാണ്? 16 ബുക്ക്. ഒന്നുകൂടി നോക്കിയാലോ, ഇവിടെ 9 ആയിരുന്നു, ഇവിടെ 7 ആയിരുന്നു. ഇവിടുന്ന് 1 എവിടേക്ക് പോയി? ചിരാഗിന്റെ ബോക്സിലേക്ക് പോയി. അപ്പൊ ഇവിടെ എംപ്റ്റി ആയി മാറി. ഇപ്പൊ ഇവിടെ ബാക്കി എത്രയാണുള്ളത്? 5ഉം 1ഉം 6.
ഇവിടെ 10. അപ്പൊ 10 plus 6 equal to 16. 9 plus 7 equal to 16. Let's do. ഇതുപോലെ തന്നെ നമുക്ക് കുറച്ച് പ്രോബ്ലംസും കൂടി ചെയ്ത് നോക്കിയാലോ? Use the tens frame to solve the following. Tens frame ഉപയോഗിച്ച് തന്നെ ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യണം. ഫസ്റ്റ് ബോക്സിൽ 1, 2, 3, 4, 5, 6 ഉണ്ടല്ലേ? സെക്കൻഡിലോ 1, 2, 3, 4, 5, 6, 7, 8 ഡോട്ട്സ് ഉണ്ട്. നമുക്ക് ഇവിടുന്ന് രണ്ടെണ്ണം കളയാം അല്ലേ? ഇത് രണ്ടും കളഞ്ഞിട്ട് അത് രണ്ടും ഇവിടേക്ക് കൊടുത്തു. ഇപ്പൊ ഇത് 10 ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ 10 ഫുൾ ആണ്. ഇവിടെയോ 1, 2, 3, 4 നാലെണ്ണം ബാക്കിയുണ്ട്. അപ്പൊ 10 plus 4 എത്രയാണ്? 14. എത്രയാണ്? 6 plus 8 equal to 14. നെക്സ്റ്റ് 5 plus 10 equal to, ഇത് ഈസി ആണ് കാരണം നമുക്ക് ഓൾറെഡി 10 ഉണ്ട്. 10 plus 5 equal to 15 ആണ്. അത് നമുക്ക് ബോക്സിൽ ഒന്ന് ചെയ്ത് നോക്കാം. ആദ്യത്തെ ബോക്സിൽ 1, 2, 3, 4, 5. രണ്ടാമത്തെ ബോക്സിലോ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഒരു ബോക്സിൽ 10ഉം ഒരു ബോക്സിൽ 5ഉം. 10 plus 5 equal to 15. നെക്സ്റ്റ് 9 minus 6. എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ ഒരു ബോക്സിൽ 9 എടുക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9. ഇവിടെ 9 ഉണ്ട്. ഇനി ഇതിൽ നിന്ന് എത്രയാണ് നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്യേണ്ടത്? എത്രയാണ് നമുക്ക് കളയേണ്ടത്? 6 അല്ലേ? അപ്പൊ നമുക്ക് അതിനെ കട്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6. 6 മൈനസ് ചെയ്ത് കളഞ്ഞു, കട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടെ എത്രയാ ബാക്കിയുള്ളത്? 3 അല്ലേ? അപ്പൊ 9 minus 6 എത്രയാണ്? 3. നെക്സ്റ്റ് വൺ 18 minus 9. 18. ഫസ്റ്റ് നമുക്ക് 18 ഉണ്ടാക്കണം. ഒരു ബോക്സ് ഫുൾ ആയിട്ട് നിറയ്ക്കുമ്പോഴാണ് 10 ആവുക. 10 plus 8 ആണ് 18. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8. 10 plus 8 equal to 18. ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ടത് 9 ആണ്. ഇതിൽ നിന്ന് മൈനസ് ചെയ്യേണ്ടത്, ഇതിൽ നിന്ന് കുറച്ച് കളയേണ്ടത് 9 ആണ്. അപ്പൊ നമുക്കിവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9. 9 നമ്മൾ മൈനസ് ചെയ്തു. ബാക്കി എത്രയാണുള്ളത്? 1, 2, 3, 4, 5, 6, 7, 8, 9. 18 minus 9 equal to 9. Let's play. Make 4 sets of number cards with number 1 to 10. ഇതൊരു ഗ്രൂപ്പ് ഗെയിം ആണ്. നിങ്ങൾ കുറേ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഒരുമിച്ചിരുന്ന് കളിക്കണം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് 1 മുതൽ 10 വരെ നമ്പർ എഴുതിയിരിക്കുന്ന കാർഡ്സ് ഉണ്ടാക്കണം. ഇവിടെ കണ്ടില്ലേ, ഓരോ ചെറിയ ചെറിയ കാർഡ്സും അതിന്റെ സെൻട്രലായിട്ട് നമ്പർ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള 4 സെറ്റ്സ്, അതായത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഒരു സെറ്റായി. ഇതുപോലെ 4 സെറ്റ് കാർഡ്സ് നിങ്ങൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കുക. ഷഫിൾ ആൻഡ് സ്പ്രെഡ് ഔട്ട് ഓൾ ദ കാർഡ് ഫേസിംഗ് ഡൗൺ. ഇനി എല്ലാ കാർഡും ഫേസിംഗ് ഡൗൺ ആക്കിയിട്ട് വെക്കണം. അപ്പൊ അതായത് നമ്പേഴ്സ് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റില്ല. ടേക്ക് ടേൺസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ടു ഓപ്പൺ 1 കാർഡ് അറ്റ് എ ടൈം. അപ്പൊ നിങ്ങൾ ആരാണോ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് അയാള് ഒരു കാർഡ് ഓപ്പൺ ചെയ്യും. വെൻ യു ഓപ്പൺ, ലുക്ക് അറ്റ് യുവർ കാർഡ് ആൻഡ് ദ കാർഡ് ഓൾറെഡി ഓപ്പൺഡ്. ആദ്യം നിങ്ങൾ എല്ലാവരും ഓരോന്ന് വീതം ഓപ്പൺ ചെയ്യും. പിന്നെ അടുത്ത പ്രാവശ്യം ഒരാൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വെൻ യു ഓപ്പൺ, ലുക്ക് അറ്റ് യുവർ കാർഡ് ആൻഡ് ദ കാർഡ്സ് ഓൾറെഡി ഓപ്പൺഡ്. ഓൾറെഡി അവിടെ ഓപ്പൺ ആയി കിടക്കുന്ന കാർഡ്സ് നോക്കുക. If any 3 cards make an addition or a subtraction statement, you can keep all 3 cards. Else put in down open. For example, Nandini opens 4. നന്ദിനിക്ക് ഇപ്പോൾ 4 ആയിരുന്നു കിട്ടിയതെങ്കിൽ നമ്പർ 2 and 6 are already open. ഇവിടെ 4ഉം 6ഉം ഓൾറെഡി ഓപ്പൺ ആണല്ലേ? So, Nandini can keep all 3 cards. 2, 4, 6. ഇത് മൂന്നും നന്ദിനിക്ക് നന്ദിനിയുടെ കയ്യിൽ തന്നെ വെക്കാം.
എന്തുകൊണ്ടാണ്? നന്ദിനിയുടെ കയ്യിലുള്ളത് 4 ആണ്. 6ഉം 2ഉം ഇവിടെ ഉണ്ട്. നമുക്ക് എങ്ങനെയാ 4 കിട്ടുക? 6 minus 2 equal to 4. 6 minus 2 equal to 4. അപ്പൊ നന്ദിനിയുടെ കാർഡ് 4 ആണ്. ഇവിടെ ഓൾറെഡി 6 minus 2 ഉണ്ട്. അപ്പൊ ഈ 3 കാർഡും നന്ദിനിക്ക് എടുക്കാം. The game continues till all the cards are open. അങ്ങനെ എല്ലാ കാർഡും ഓപ്പൺ ആയി തീരുന്നത് വരെ അവർക്ക് ഗെയിം കണ്ടിന്യൂ ചെയ്യാം. Whoever collects the greatest number of cards win the game. ആർക്കാണോ കൂടുതൽ കാർഡ്സ് കിട്ടുന്നത് അവർ വിൻ ചെയ്യും. Suppose if you are playing and you got number 7. ഇവിടെ നിങ്ങൾക്ക് ഏതൊക്കെ കാർഡ് എടുക്കാൻ പറ്റും? 6 plus 1 equal to 7 ആണ് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഈ രണ്ട് കാർഡും സ്വന്തമായിട്ട് എടുക്കാം. അത് മാത്രമല്ല, you have 9 and 2. 9 minus 2 is equal to 7. അപ്പൊ നിങ്ങൾക്ക് ഈ കാർഡും കൂടി സ്വന്തമായിട്ട് എടുക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് 5 ആയിരുന്നു കിട്ടിയതെങ്കിലോ? ഇവിടെ 6 minus 1 equal to 5 ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ 3 കാർഡും സ്വന്തമായിട്ട് എടുക്കാം. ഇനി 8 ആണ് കിട്ടിയിരുന്നതെങ്കിൽ 6 plus 2 equal to 8. അല്ലെങ്കിൽ 9 minus 1 equal to 8. 8ഉം ഈ 4 കാർഡ്സും നിങ്ങൾക്ക് സ്വന്തമായിട്ട് എടുക്കാം. ഇനി 2 ആയിരുന്നു കിട്ടിയതെങ്കിൽ എങ്ങനെയാ ഇതിൽ 2 ഉണ്ടാക്കുക? 4 minus 2 equal to 2. 6 minus 4 equal to 2. ഈ എല്ലാ കാർഡ്സും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇനി 3 ആണെങ്കിലോ? ഇത് നിങ്ങൾ സ്വന്തമായിട്ട് പറയണം. ഇവിടെ ഏതൊക്കെ കാർഡ് ഉപയോഗിച്ച് നമുക്ക് 3 ഉണ്ടാക്കാം? And I'm waiting for you. കിട്ടിയോ? 2 plus 1 equal to 3. അതാണോ നിങ്ങൾക്ക് കിട്ടിയത്? അല്ലെങ്കിൽ 4 minus 1 equal to 3. അതാണോ കിട്ടിയത്? രണ്ടാണെങ്കിലും കറക്റ്റ് ആണ്. ഇനി അല്ലെങ്കിൽ 9 minus 6. അതും 3 ആണ്. അപ്പൊ ഈ കാർഡ്സ് ഓപ്പൺ ആയി കിടക്കുന്ന എല്ലാ കാർഡ്സും നിങ്ങൾക്ക് സ്വന്തമായിട്ട് എടുക്കാം അല്ലേ? 10 ആയിരുന്നെങ്കിലോ? വേഗം കണ്ടുപിടിച്ചേ. എങ്ങനെയാ 10 കിട്ടുക? 9 plus 1 equal to 10. And also 6 plus 4 equal to 10. Nandini and Chirag have got their stamps to show their friends and Nanima. അവര് സ്വീറ്റ്സും ബുക്സും ഒക്കെ നാനിമാക്കി കൊടുത്തു. ഇനി അവർക്ക് സ്വന്തമായിട്ട് കുറച്ച് സ്റ്റാമ്പ് കളക്ഷൻസ് ഉണ്ട്. സ്റ്റാമ്പ് എന്താണ്? പോസ്റ്റ് കാർഡ്സും പിന്നെ പോസ്റ്റ് ലെറ്റേഴ്സ് ഒക്കെ അയക്കുമ്പോൾ അതിൽ ഒട്ടിക്കുന്നതാണ് സ്റ്റാമ്പ്. അതിൽ പല ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഫേസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇന്ത്യയിലെയോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലെയൊക്കെ ഫേമസ് ആയിട്ടുള്ള പല കാര്യങ്ങളും അതിൽ ഇംപ്രിന്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നന്ദിനിയും ചിരാഗും അവരുടെ സ്റ്റാമ്പ് നാനിമയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ലുക്ക് നാനിമ, വി ഹാവ് കളക്റ്റഡ് 15 സ്റ്റാമ്പ്സ്. അവരുടെ അടുത്ത് എത്ര സ്റ്റാമ്പ്സ് ആണുള്ളത്? 15. ലെറ്റ് മീ ഗിവ് യു സം മോർ. ഹിയർ ആർ 7 മോർ. അപ്പോ നാനിമയുടെ കയ്യിലുള്ള 7 മോർ സ്റ്റാമ്പ്സും അവർക്ക് കൊടുത്തു. ഹൗ മെനി സ്റ്റാമ്പ്സ് ഡു ദേ ഹാവ് നൗ? അവർക്ക് 15 സ്റ്റാമ്പ്സ് അവരുടെ കയ്യിലുണ്ടായിരുന്നു. നാനിമ അവർക്ക് 7 കൊടുത്തു. ഇപ്പൊ അവരുടെ കയ്യിൽ ടോട്ടൽ എത്ര സ്റ്റാമ്പ്സ് ഉണ്ട്? എങ്ങനെയാ കണ്ടുപിടിക്കുക? ലാസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ ഈ ഗിൻലാഡി ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചു അല്ലേ? ഇതുപോലെ ചെയ്ത് നോക്കിയാലോ? ഇതില് ഒരു കളർ, ആദ്യത്തെ ഫസ്റ്റ് കളർ 10 നമ്പർ ആണെന്ന് എല്ലാവർക്കും അറിയാം. ഇനി അത് കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? ഒറ്റയടിക്ക് നമുക്കറിയാം. ഇവിടെ മുതൽ ഇവിടെ വരെ എത്തുമ്പോൾ തന്നെ ഇത് 10 നമ്പർ ആണ്. ഇനി 15 എന്ന് പറഞ്ഞാലോ? 10 കഴിഞ്ഞിട്ട് 1 2 3 4 5 കണ്ടോ? ഈ ഒരു ഇതെത്തി കഴിഞ്ഞപ്പോഴാണ് ടോട്ടൽ 10 plus 5 15 ആയത്. അതവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 15 നമ്പർ ഓഫ് സ്റ്റാമ്പ്സ് ആണ് അവരുടെ അടുത്തുള്ളത്. ഇനി നാനിമ അവർക്ക് കൊടുത്തത് 7 ആണല്ലേ? അപ്പൊ നമുക്ക് ഈ പോയിന്റിൽ തന്നെ നെക്സ്റ്റ് 1 2 3 4 5 6 7 ഇതാണ് അവരുടെ അടുത്ത് ഇപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റാമ്പ്സ് ഉള്ളത്. ഒരു ഓറഞ്ച് ഉണ്ട്, ഒരു ഗ്രീനും ഫുൾ ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? 10 plus 10 equal to 20. എക്സ്ട്രാ എത്ര ഉണ്ട്? 1 2. അപ്പൊ 22. അവരുടെ അടുത്ത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റാമ്പ്സ് ഉള്ളത് 22 ആണ്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ 22 എത്തണമെങ്കിൽ പലതരം കാൽക്കുലേഷൻ നമുക്ക് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഈസി ആയിട്ടുള്ളത് ചെയ്തു. ഇനി അതല്ലെങ്കിൽ ഇവിടെ കാണിച്ചതുപോലെ 15 ഓൾറെഡി നമുക്കറിയാം.
15 പ്ലസ് 5 പ്ലസ് 2. കാരണം ഇവിടെ 7 ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. 7നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാ 7നെ സ്പ്ലിറ്റ് ചെയ്യുക? 7 ഈക്വൽ ടു 5 പ്ലസ് 2. 15 പ്ലസ് 5 പ്ലസ് 2. That is also equal to 22. ഇനി അതല്ലാതെ നമുക്ക് 10ഉം 5ഉം തന്നെ കാൽക്കുലേറ്റ് ചെയ്യാനാണല്ലേ ഈസി ആയിട്ടിരിക്കുന്നത്. 7നെ 5 പ്ലസ് 2 എന്ന് എഴുതിയ പോലെ തന്നെ നമുക്ക് 10 മൈനസ് 3 എന്നും എഴുതാം. 7 ഈക്വൽ ടു 10 മൈനസ് 3. 7 എന്ന് പറഞ്ഞാൽ 10 മൈനസ് 3 ആണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ 15നോട് ഈസി ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് 10. 15 പ്ലസ് 10 ഈക്വൽ ടു 25. ഇനി ആ 25ൽ നിന്ന് നമുക്ക് എന്ത് മൈനസ് ചെയ്യണം? 3 മൈനസ് ചെയ്യണം. 25ന് 1, 2, 3. ഓറഞ്ച് 10, ഗ്രീൻ 10 പ്ലസ് 2, 22. ഇങ്ങനെ പല രീതിയിലും നമുക്ക് ആഡ് ചെയ്യാം. നിങ്ങൾ ഓരോരുത്തർക്കും ഈസി ആയിട്ടുള്ളത് എല്ലാം പഠിക്കണം. അതിനുശേഷം നിങ്ങളുടെ മൈൻഡിലുള്ള കാൽക്കുലേഷൻ ആണ് ഇതൊക്കെ. ഈ ഗിൻലാഡി നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാം ഓരോ കളറും 10 ആണ്. അതിന്റെ ഹാഫ് 5 ആണ്. അപ്പൊ ഈസി ആയിട്ട് ഇങ്ങനത്തെ മൈൻഡ് കാൽക്കുലേഷൻസ് ഉപയോഗിച്ചിട്ട് ഇത് ചെയ്യണം. അപ്പൊ ഇവിടെ ഫൈനലി 15 stamp plus 7 stamps equal to 22 stamps, or 15 plus 7 equal to 22. Let's do. Nandini and Chirag got 22 stamps. അവർക്കിപ്പോ 22 stamps കിട്ടി. Nanima's brother gave them his collection of 30 stamps. നാനിമ അവർക്ക് 7 ആയിരുന്നു കൊടുത്തതെങ്കിൽ നാനിമയുടെ ബ്രദർ അവർക്ക് 30 stamps അഡീഷണലി കൊടുത്തു. How many stamps do they have? എങ്ങനെയാ ചെയ്യാ? 22 അവരുടെ കയ്യിലുണ്ട്, പ്ലസ് നാനിമയുടെ ബ്രദർ കൊടുത്ത് 30യും ഉണ്ട് അല്ലേ? ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നമ്പർ ആണോ കിട്ടുന്നത് അത്രയും സ്റ്റാമ്പ്സ് ആയിരിക്കും അവരുടെ കയ്യിലുണ്ടാവുക. നമുക്ക് ഈ ഗിൻലാഡി ഒന്ന് ഉപയോഗിച്ച് നോക്കിയാലോ? ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഫുൾ നമ്പർ ഉള്ളത് 30 ഉള്ളത് എടുക്കാം. ഓക്കെ, 22 പ്ലസ് 30യും 30 പ്ലസ് 22ഉം രണ്ടും സെയിം ആണ്. അപ്പൊ നമുക്ക് ആദ്യം 30, ഒരു 10 അല്ലേ? ഓറഞ്ച് കഴിയുമ്പോൾ ഒരു 10 ആയി. ഇനി ഗ്രീൻ അടുത്ത 10 പ്ലസ് 10 20 ആണ്. അടുത്ത ഓറഞ്ച് 30. അപ്പൊ 30 ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇനി ഇതിനോട് എന്താണ് ആഡ് ചെയ്യേണ്ടത്? 22 അല്ലേ? 22 എന്ന് പറഞ്ഞാൽ 22 ഈക്വൽ ടു 10 പ്ലസ് 10 പ്ലസ് 2. 10 പ്ലസ് 10 ഈക്വൽ ടു 20. 20 പ്ലസ് 2 ഈക്വൽ ടു 22. അപ്പൊ ഇത് 30, ഇത് 22. ഇവിടെ ടോട്ടൽ എത്രയാണെന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെയാണ്? 10, 20, 30, 40, 50, 52. 50 plus 2 equal to 52. 22 stamps plus 30 stamps equal to 52 stamps. ഇത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ടഫായൊക്കെ ഫീൽ ചെയ്യാം. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു ഗിൻലഡിയിൽ സ്വന്തമായിട്ട് 10, 10, 10 എങ്ങനെയാണ്? അല്ലെങ്കിൽ 10 പ്ലസ് 10 20, 30 എങ്ങനെയാ മാർക്ക് ചെയ്യുക? 10 പ്ലസ് 10 പ്ലസ് 10 ഈക്വൽ ടു 30. ഇതൊന്ന് 2-3 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുക. പാരൻസിൻ്റെ അടുത്താണെങ്കിൽ നിങ്ങളൊരു നമ്പർ കൊടുത്തതിന് ശേഷം അവരുടെ അടുത്ത് തന്നെ ആ നമ്പർ ഈ ഗിൻലഡിയിൽ മാർക്ക് ചെയ്യാനും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ അഡീഷൻ വളരെ ഈസി ആയിരിക്കും. ഇവിടെ 22 പ്ലസ് 30 ഈക്വൽ ടു 52 സ്റ്റാമ്പ്സ്. 22 പ്ലസ് 30 ഈക്വൽ ടു 52. കറക്റ്റ് ആയിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, they now have 52 stamps. നമ്മുടെ കാൽക്കുലേഷൻ കറക്റ്റ് ആണ്. 52 stamps. Nandini and Chirag count and find that they have 37 stamps with faces of famous person. അവരവരുടെ എല്ലാ സ്റ്റാമ്പ്സും ഒന്ന് നല്ല വിശദമായിട്ട് നോക്കി. അപ്പൊ അവർക്ക് മനസ്സിലായി അവരുടെ കയ്യിലുള്ള സ്റ്റാമ്പ്സിൽ 37 സ്റ്റാമ്പ്സിലും ഫേമസ് പേഴ്സൺസിന്റെ ഫേസ് ആണുള്ളത്. ഇവിടെ കണ്ടോ സൈഡിൽ കുറേ സ്റ്റാമ്പ്സ്, ഇതിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഫേസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുപോലെ അവരുടെ കയ്യിലുള്ള 37 സ്റ്റാമ്പ്സിലും ഫേമസ് ആൾക്കാരുടെ ഫേസുകളാണ്.
and the remaining with pictures of monuments. Monuments എന്ന് പറഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള ബിൽഡിങ്സ്, ഫോർ എക്സാമ്പിൾ താജ്മഹൽ, കുത്തബ് മിനാർ എന്നൊക്കെ പറയും പോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോണുമെന്റ്സ്. അപ്പോൾ 37 സ്റ്റാമ്പ്സിൽ ഫേസ് ആണെങ്കിൽ ബാക്കിയുള്ളതിൽ മോണുമെന്റ്സ് ആണ്. എത്ര എണ്ണത്തിലായിരിക്കും മോണുമെന്റ്സ് ഉണ്ടാവുക? How many stamps with pictures of monuments do they have? അതെന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം തന്നെ ഗില്ലടി എടുക്കണം. ഇവിടെ 52 സ്റ്റാമ്പ്സിനെ മാർക്ക് ചെയ്യണം. 10, 20, 30, 40, 50 plus 2, 52. ഓൾറെഡി മാർക്ക് ചെയ്തു. ഇതെന്താണ്? അവരുടെ കയ്യിൽ എത്ര സ്റ്റാമ്പ് ഉണ്ട് എന്നുള്ളതാണ്. ഇനി 37ലും ഫേസ് ഉണ്ട് അല്ലേ? എങ്ങനെയാ 37 ആഡ് ചെയ്യുക? 1, 2, 3 30 ആയി അല്ലേ? ഇനി 1, 2, 3, 4, 5, 6, 7 ഇവിടുന്ന് 7 എടുത്തു. അപ്പൊ തന്നെ അവരുടെ കയ്യിൽ 37 ആയി. അപ്പൊ ഇത്രയും സ്റ്റാമ്പ്സിൽ ഫേസ് ആണുള്ളത്. ബാക്കിയാണ് മോണുമെന്റ്സ് ഉള്ളത്. അത് എത്രയാണെന്ന് ഈസി ആയിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഇതിന്റെ ഈ ഒരു സെന്ററിലുള്ളത് 10 ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? 10 പ്ലസ് ഇവിടെ എത്രയുണ്ട്? 1, 2, 3. 10 plus 3 equal to 13. ഇനി ഇവിടെയോ? ഇവിടെയും 2 ഉണ്ട്. അപ്പോൾ 10 plus 3 13 ആണ്. 13 plus 2 14 and 15. അപ്പോൾ എത്രയാണ് ഇവിടെ ഉള്ളത്? 15. They have 15 stamps with pictures of monuments. Can you find other ways of doing it? ഇങ്ങനെ അല്ലാതെ വേറെ വേല നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമോ? ഇത് ഈ ബുക്കിൽ കണ്ടാലും സ്വന്തമായിട്ട് തന്നെ നിങ്ങൾ ചെയ്തു നോക്കണം കേട്ടോ. അപ്പോഴാണ് നിങ്ങൾക്ക് ഇത് ഈസി ആവുന്നത്. റിപ്പീറ്റഡ് ആയി പറയുന്നത് അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. ഇവിടെ വേറെ വേ ആണ് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലേ എന്താണ് അതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡിഫറൻസ് കിട്ടും. 52 minus 37 remaining equal to 15. ഇനി എഴുതുക 52 minus 37 equal to 15. 52ൽ നിന്ന് 37 മൈനസ് ചെയ്താൽ 15 കിട്ടും. That means 37 plus 15 equal to 52. ഫസ്റ്റ് തന്നെ ഒരു ഹാങ്കർ ചീഫ് ഉപയോഗിച്ചിട്ട് ഒരു മാജിക് ട്രിക്ക് ആയിട്ടുള്ള ഗെയിം കളിച്ചില്ലേ, അതുപോലെയാണ്. ടോട്ടൽ നമ്പർ 4 ആണെങ്കിൽ എത്രയാണോ റിമൈൻ ചെയ്യുന്നത് അത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കിട്ടണം. ഇവിടെ ടോട്ടൽ നമ്പർ 52 ആണ്. 37 plus 15 equal to 52. 37 stamps plus 15 stamps should be equal to 52. 37 plus 15 equal to 52. ടോട്ടൽ 52 ഉണ്ട്. അതിനെയാണ് അവർ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്തത്. ഒരു 37ല് ഫേസുകളും 15ല് മോണുമെന്റ്സുമാണ്. Nanima, we have 52 stamps now. Next time when we come, we will have 75 stamps. അവർ പറയാ ഞങ്ങളുടെ കയ്യിൽ ഇപ്പൊ 52 ഉണ്ട്. ഞങ്ങൾ നെക്സ്റ്റ് ടൈം വരുമ്പോഴേക്കും ഞങ്ങളുടേത് 75 ആയിരിക്കും. How many more will they need? Figure it out using the number line. ഇത് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കണം. ഇപ്പൊ അവരുടെ അടുത്ത് എത്രയാണ്? 52. എങ്ങനെയാണ് അത് 75ൽ എത്തുക? ആദ്യം നമുക്ക് ടോട്ടൽ എത്ര വേണമെന്ന് നോക്കാം. 75 വേണം അല്ലേ? എങ്ങനെയാ 75 ചെയ്യുക? 10, 20, 30, 40, 50, 60, 70, 71, 72, 73, 74, 75. വേണ്ടത് 75. ഇപ്പൊ അവരുടെ കയ്യിൽ എത്രയുണ്ട്? 52 അല്ലേ? 10, 20, 30, 40, 50, 51, 52. അവരുടെ കയ്യിൽ ഇത്രയും സ്റ്റാമ്പ്സ് ആണ്. അപ്പോ ഇതാണ് 52. അപ്പോ അവർക്ക് ഇവിടെ നിന്ന് ഇവിടെ എത്തണം. ഇവിടെ നിന്ന് ഇവിടെ എത്തണമെങ്കിൽ എത്ര സ്റ്റാമ്പ്സും കൂടി അവർക്ക് അഡീഷണൽ ആയിട്ട് വേണം. ഇവിടെ നോക്കാലോ, ഓൾറെഡി ഒരു 10 ഉണ്ട് അല്ലേ? 10 plus
ഇവിടെ 1 2 3 4 5 6 7 8 10 plus 8 equal to 18. ഇനി ഈ സൈഡിലോ 1 2 3 4 5 അത് ഇവിടെ 8 ഇവിടെ നടുക്ക് 10 ഉണ്ട്. ഇനി അപ്പുറത്ത് 5 ഉണ്ട്. ഇത് മൂന്നും കൂടി ആഡ് ചെയ്താൽ 10 plus 8 equal to 18. 18 plus 5 equal to 23. അവർക്ക് കിട്ടേണ്ട സ്റ്റാമ്പ്സ് ആണ് 23. അവരുടെ അടുത്ത് 52 ഉണ്ട്. 23 കൂടി കിട്ടിയാൽ അവർക്ക് 75 ആയി മാറും. ഡാഷ് സ്റ്റാമ്പ്സ് പ്ലസ് ഡാഷ് സ്റ്റാമ്പ്സ് ഈക്വൽ ടു ഡാഷ് സ്റ്റാമ്പ്സ്. എങ്ങനെയാണ്? 52 plus 23 equal to 75 stamps, or 52 plus 23 equal to 75. നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. ഇതുവരെയുള്ള പ്രോബ്ലംസ് നിങ്ങൾ നന്നായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് നോക്കണം. ഈ ഗില്ലടിയുടെ പിക്ചേഴ്സ് ബുക്കിൽ ഉണ്ടാവുമല്ലോ, അതിൽ പെൻസിൽ ഉപയോഗിച്ച് ഓരോ പ്രോബ്ലംസും ചെയ്ത് നോക്കാം. അതിനുശേഷം മായ്ച്ചതിന് ശേഷം ക്ലിയർ ആക്കി റബ്ബ് ചെയ്തിട്ട് അടുത്തതും ചെയ്യാം. അങ്ങനെ ഇതിൽ നിങ്ങൾ എക്സ്പേർട്ട് ആയിട്ട് മാറണം. അപ്പൊ ഇതിന്റെ ബാക്കി പാർട്ട് 2 ആയിട്ട് ഇതിന്റെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത് നന്നായി പഠിച്ചതിന് ശേഷം മാത്രം ആ പോർഷനിലേക്ക് പോവാം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.